നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെരി സിമ്പിൾ. ഇങ്ങനെ ഒരുങ്ങണം ഒരു തറവാട്ട് പെണ്ണ്. എനിക്ക് ഇതുപോലെയുള്ള നാടൻ സുന്ദരികളെ ഇഷ്ടം. അപ്പൊ ACP ആണെങ്കിലും ആളൊരു വായി നോക്കിയാ അല്ലേ? അപവാദം പറയാതെ. സൗന്ദര്യമുള്ള വസ്തുക്കളെ ആരും നോക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ആ മഞ്ഞ മന്ദാരം, അതിന് ഞാൻ എന്നും നോക്കുന്നുണ്ട്. മഞ്ഞ മന്ദാരത്തിനെ നോക്കും പോലെയാണോ പെണ്ണുങ്ങളെ നോക്കുന്നത്? എന്താ വ്യത്യാസം? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒത്തിരി പെൺകുട്ടികൾ എന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞതേ ഒരു 10 പ്രേമെങ്കിലും നടത്തി ആ 10 പേരെയും തേക്കാത്ത പുരുഷനെ എന്തിനു കൊള്ളാം? അല്ല, ഈ മൈഥിലി എന്ന അവതാരത്തിനെ പ്രണയിച്ചതാണോ? എന്റെ പൊന്ന് മീനാക്ഷി, അച്ഛൻ കൊണ്ടുവന്ന ആലോചനയാ. എക്സ്പ്രസ് ട്രെയിനിനാണ് തലവെക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞു. എന്തായാലും ഒരു കാര്യം സത്യം, ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനിങ്. ഓരോരുത്തർക്കും അവരവരുടെ ജോഡികളെ ദൈവം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓൾ മാരേജസ് ആർ ഗോഡ്സ് ഡിസിഷൻ. നിനക്ക് വേണ്ടി എന്നോ ജനിപ്പിച്ചതാ എന്നെ. ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്നെ മുട്ടാൻ നോക്കണ്ട. നമ്മളിപ്പോ അമ്പലത്തിലാ പോകുന്നത്, അത് ഓർക്കണം. മുത്തശ്ശൻ പറഞ്ഞത് എന്താ? മുത്തശ്ശൻ എന്ത് പറഞ്ഞു? അമ്പലത്തിലും പോയി തിരിച്ചു വരുമ്പോ ഒന്ന് അടിച്ചു പൊളിച്ചു വരാനാ മുത്തശ്ശൻ പറഞ്ഞത്. എനിക്കോ ആഗ്രഹമുണ്ട്, പക്ഷേ വളരെ മനോഹരമായ നടക്കാത്ത സ്വപ്നം അത്. ആ സ്വപ്നം ഞാനിന്ന് സാധിച്ചു തന്നാലോ? ഓ, ഈ പ്രദേശത്തെ വല്ല കാട്ടിലോ പടർപ്പിലോ ഒക്കെ ഇട്ടാവട്ടം കറങ്ങാനായിരിക്കും. ഊട്ടിയാണെന്ന് സങ്കല്പിച്ചാ മതിയല്ലോ. കളിയാക്കല്ലേ. ഈ ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും തേക്കടിയിലും ഒക്കെ പോവും. കാശ്മീരിലെയും അർമേനിയയിലെയും മഞ്ഞുമലകളില് നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി നടക്കും. ഒടുവിൽ 2 മഞ്ഞുതുള്ളികളായി നമ്മൾ പരസ്പരം ലയിക്കും. അയ്യോ, ദൈവകോപം ഉണ്ടാവും. രാവിലെ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ലൗഡ് ഡയലോഗ്സ്. ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു സന്യാസിയെ പോലെ എന്റെ കൂടെ വാ. പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.